ഹബീബായ നബിയുടെ മുമ്പിൽ ദിഹാറിന്റെ വിഷയവുമായി വരികയാണ് ഒരു സഹോദരി. അള്ളാഹുവിന്റെ ഹബീബിനോട് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിന്റെ റസൂലേ, എന്റെ ഭർത്താവ് ദേഷ്യപ്പെട്ട് എന്റെ വീട്ടിലേക്ക് കയറി വരുന്നു. വളരെ ദേഷ്യപ്പെട്ട് കയറി വന്ന് എന്നോട് പറയുന്നു, പെണ്ണേ അൻതി അലയ്യ കളുഹരി ഉമ്മി, പെണ്ണേ നീ എനിക്കെന്റെ ഉമ്മയുടെ മുതുക് പോലെയാണ്. ജാഹിലിയ്യ കാലത്ത് ഭാര്യയെ മൊഴി ചൊല്ലാനും ത്വലാഖ് ചൊല്ലാനും ഉപയോഗിച്ചിരുന്നൊരു പ്രയോഗമാണത്. അൻതി അലയ്യ കളുഹരി ഉമ്മി, നീ എന്റെ ഉമ്മയെ പോലെയാ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മയെ വിവാഹബന്ധം ചെയ്യാൻ പാടില്ലാത്ത പോലെ നീ എനിക്ക് അന്യയാണ് എന്ന് പറയുന്നൊരു പ്രയോഗം. അപ്പോഴാണ് ആ പെണ്ണ് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ ഈ വാക്ക് വല്ലാത്ത ഗൗരവമുള്ള വാക്കാണല്ലോ, വല്ലാത്ത ഗൗരവമുള്ള വാക്കല്ലേ നിങ്ങൾ ഈ പറഞ്ഞത്. നേരെ പോവുകയാണ് ഹബീബിന്റെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിഹാർ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രായശ്ചിത്തം കൊടുക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുജാദലയിൽ പറയുന്നുണ്ട്. സൂറത്തുൽ മുജാദല ആ സൂറത്തിറങ്ങാനുണ്ടായ കാരണം ഈ സംഭവമാണ്. ആ പെണ്ണ് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവിനോട് ഇങ്ങനെയാ പറയുന്നത്. തങ്ങൾ പറഞ്ഞു, ഞാൻ കരുതുന്നത് നിങ്ങളും ഭർത്താവും ഇനി മുതൽ ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് പാടില്ലല്ലോ, ഭർത്താവ് നിങ്ങളെ ത്വലാഖ് ചൊല്ലിയതുപോലെ ആയിട്ടുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു. പെണ്ണ് പറഞ്ഞു, നബിയേ നബിയേ നബിയേ, അകലമാലി വഅഫ്നാ ശബാബി, നബിയേ എന്റെ യൗവനം മുഴുവനും അയാൾ തിന്നു തീർക്കുകയും എന്റെ സമ്പത്ത് മുഴുവനും അയാൾ ഉപയോഗിക്കുകയും വനസർതു ലഹു ബത്നി, അയാളുടെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ജന്മം കൊടുക്കുകയും എന്റെ വയറയാൾക്ക് കൊടുക്കുകയും ചെയ്യുകയും, നബിയേ അങ്ങനെ വലതി എനിക്ക് മക്കൾ ജനിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയും പ്രായമാവുകയും ചെയ്തപ്പോ വാഹറമിന്നി, അയാൾ എന്നെ ഒഴിവാക്കിയിരിക്കുന്നു നബിയെ. നബിയെ എനിക്കാണെങ്കിലോ എന്റെ ഭർത്താവിനെ വിട്ടുപിരിഞ്ഞു നിൽക്കാൻ ആഗ്രഹവുമില്ല നബിയേ. എന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടാന്ന് അങ്ങോട്ട് പറയണ കാലാണ്, നിങ്ങൾ വേണ്ട. ഏതെങ്കിലും അയ്യുമംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിൽ നിന്ന് വ്യഭിചാരമോ കള്ളുകുടിയോ ഭ്രാന്തോ ഏതെങ്കിലും തോന്നിവാസങ്ങളോ ശറഅ അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു കുറ്റം, ഈ പറഞ്ഞൊന്നുമില്ല കുറ്റമില്ലാത്തതുകൊണ്ട് ഇതില്, ഏതെങ്കിലും ശറഅ അംഗീകരിക്കുന്ന ഒരു കുറ്റം, തന്റെ ഭാര്യയെ നോക്കാതിരിക്കുകയോ ചെലവിന് കൊടുക്കാതിരിക്കുകയോ ഭർത്താവിന് ഭ്രാന്ത് പിടിക്കുകയോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് പോലും വിവരമില്ലാത്ത അവസ്ഥയിലോ മറ്റോ ആണെങ്കിലല്ലാതെ വിവാഹമോചനത്തിന് വരല്ലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നിടത്താണ് നമ്മുടെ സമകാലിക സംഭവങ്ങൾ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. നബി തങ്ങളോട് പറഞ്ഞു, നബിയേ എന്റെ ഭർത്താവ് അങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് അയാളെ വേണം നബിയെ, എനിക്ക് വിട്ടുപിരിഞ്ഞു നിൽക്കാൻ ആഗ്രഹമില്ല. പക്ഷേ അയാൾ എന്നോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, ആ ഒരു വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കും ഒരിക്കലും യോജിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ അല്ലാഹുവിന്റെ ആയത്ത് വരുന്നു, ദിഹാറിന്റെ പ്രായശ്ചിത്തം പറഞ്ഞുകൊണ്ട് ആയത്ത് വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആ ചർച്ച നടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് എന്റെ റൂമിലേക്കാണ് ആ സ്ത്രീ വന്നത്, എന്റെ റൂമിലേക്കാ വന്നത്. ഹൗല റളിയല്ലാഹു അൻഹ എന്ന് ഹൗല ബിബിനല്ലേ പേര്, ആ സഹോദരി ഹബീബിനോട് പരാതി പറയാൻ വേണ്ടി വന്ന് എന്റെ റൂമിലേക്ക്. ആയിഷ ബി പറയാ, ചെറിയ റൂമാ, നബിയുടെ വീട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരൊറ്റ റൂമാണെന്ന, ഒരു നബിയുടെ വീട് റൂമാണ്. അതുകൊണ്ടാണ് ഹുജുറാത്ത്, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത് എന്ന് ഖുർആൻ പറയാൻ കാരണം, നബിയെ അങ്ങയുടെ റൂമുകളുടെ മുമ്പിൽ നിന്ന് വിളിക്കുന്ന ആള്, നബിയുടെ ഓരോ ഭാര്യയ്ക്കും ഓരോ റൂമാണ്. അതാണ് നബിയുടെ വീട്, അതിൽ തന്നെയാണ് അടുക്കള, അവിടെ തന്നെയാണ് താമസം, അതാണ് ലിവിംഗ് റൂം, അതാണ് ഡൈനിങ് ഹാള്, അതാണ് ഗസ്റ്റ് റൂം, എല്ലാം അതാണ്. അശ്വി വരെ ഒരാൾ വന്നാൽ ഞാൻ എന്റെ റൂമിന്റെ മധ്യത്തിൽ ഒരു മറയുണ്ട്, ഒരു വസ്ത്രമുണ്ട്, ആ വസ്ത്രം താഴ്ത്തി കൊടുക്കും, കർത്തൻ താഴ്ത്തും. ഞാൻ ആ മറയുടെ ഇപ്പുറത്ത് റൂമിന്റെ അരികത്ത് പോയിരിക്കും. ഹബീബായ നബി തങ്ങൾ മറയുടെ തൊട്ടടുത്ത് നബിയോട് ചോദിക്കാൻ വരുന്ന ആളുകൾ ചുമരിനോട് ചാരിയിരിക്കും. അങ്ങനെയാണ് ആ വീട്ടിൽ ചർച്ച നടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഈ പെണ്ണ് വന്ന് പരാതി പറയുകയും സംഭാഷണം നടക്കുകയും അല്ലാഹുവിനോട് പരാതി പറയുകയും ചെയ്യുന്ന സംഭവം നടക്കുമ്പോ ഞാനത് കേട്ടിട്ടില്ല എന്ന് ആയിഷത്ത് ബീവി റളിയല്ലാഹു അൻഹ അത്രയും സൗമ്യമായി ഹബീബിനോട് അവിടെ സംസാരിച്ചു. ആ റൂമിന്റെ ഇപ്പുറത്ത് മൂലയിൽ, അതേ റൂമിൽ ഞാനുണ്ട്. ആയിഷ ബീവി പറയാ, ഞാനത് കേട്ടില്ല. ആയത്തിറങ്ങുകയാണ്. ഈ വിഷയത്തിൽ പരിഹാരമായി ആയത്തിറങ്ങുന്നു.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور. ആയത്തിറങ്ങാണ്. എന്താണ് അതിനർത്ഥം? ഖദ് സമിഅ അല്ലാഹ്, അല്ലാഹു കേട്ടിരിക്കുന്നു നബിയേ, ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ അങ്ങയോട് തർക്കിക്കുന്ന പെണ്ണിനെ അല്ലാഹു കേട്ടു നബിയേ. വതസ്തകീ ഇലല്ലാഹ്, അല്ലാഹുവിനോട് പരാതി പറയുന്ന പെണ്ണിനെ അല്ലാഹു കേട്ടു നബിയേ. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങളുടെ സംഭാഷണം അല്ലാഹു കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നല്ലാഹ സമീഉൻ ബസീർ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിവുള്ളവനുമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, തബാറകല്ലദീ സമിഅ തഹാവുറഹുമാ മിൻ ഫൗഖി സബ്ഇ സമാവാത്, 7 ആകാശങ്ങൾക്കപ്പുറത്ത് അർശിന്റെയും അവന്റെ മഖ്ലൂഖിന്റെയും അപ്പുറത്ത് കിടക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു 7 ആകാശങ്ങൾക്കപ്പുറത്തുനിന്ന് കേട്ട ആ സംഭാഷണം അതേ റൂമിൽ ഒരു കർട്ടന്റെ ഇപ്പുറത്തിരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, തൊട്ടിപ്പുറത്തിരിക്കുന്ന ഞാനത് കേട്ടിട്ടില്ല. എന്നാൽ ഒരു വീട്ടിനുള്ളിലെ ഏത് സംസാരവും ഏത് സംഭാഷണവും നിങ്ങൾ കൂടിയിരുന്ന് പരസ്പരം ചാറ്റ് ചെയ്യുന്നതും നിങ്ങൾ പരസ്പരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതും ആളുടെ പേരറിയാതെ അനോണിമസ് മെസ്സേജുകൾ വിടുന്നതും അപഹാസ്യമായത് എഴുതിവിടുന്നതും പരസ്പരം ഫിത്നകളും ഫസാദുകളും പറഞ്ഞു പരത്തുന്നതും നിങ്ങളുടെ വീട്ടുകാരോ തൊട്ടരികത്തിരിക്കുന്ന ആളോ അറിഞ്ഞില്ലെങ്കിൽ പോലും വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങളുടെ ചാറ്റിംഗ് അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. നമുക്കിങ്ങനെ ഒരു ബോധം തോന്നാറുണ്ടോ? നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോ, നമ്മുടെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോ നമ്മൾ ചിന്തിക്കാറുണ്ടോ അല്ലാഹു അറിയുന്നുണ്ട്? ഒരു ഫോർവേഡ് ചെയ്യുമ്പോ, ഒരു മനുഷ്യന് മെസ്സേജ് ഉണ്ടാക്കി വിടുമ്പോ, പച്ച നുണകൾ വെച്ചുണ്ടാക്കി വിടുമ്പോ ആരാരും അറിയില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇത് അല്ലാഹു കാണുന്നില്ലയോ? 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന്, ഇവിടെ ഭൂമിയിൽ ഒരു കർട്ടന്റെ ഇപ്പുറത്ത് നിന്ന് ആയിഷ ബീവി കേൾക്കാത്തത് 7 ആകാശങ്ങൾക്കപ്പുറം ഭൂമിയിൽ നിന്ന് 500 കൊല്ലത്തെ വഴിദൂരമാണത്രേ. 1ലേക്ക് 2ലേക്ക് 500 കൊല്ലം, 2 3ലേക്ക് 500 കൊല്ലം, ഒരാകാശത്തിന്റെ കട്ടി തന്നെ ഓരോന്നിന്റെയും 500 കൊല്ലം. അതിനപ്പുറമാണ് 7ന്റെയും അപ്പുറത്താണ് അർശുർ റഹ്മാൻ. അവിടുന്ന് അല്ലാഹു കേട്ടു. തഹാവുറകുമാ, നമ്മളോടാണ് അല്ലാഹു പറയണെന്ന് തോന്നാറുണ്ടോ? സൂറത്തുൽ മുജാദല പറയുമ്പോ അത് ഖൗലാ ബീവിന്റെ കഥയാണ് പറയണത്, നമ്മളോടൊന്നല്ല. അങ്ങനെ തോന്നുന്നുണ്ടോ നമുക്ക്? നമ്മൾ പരസ്പരം ഫിത്നയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനുഷ്യന്മാർക്കിടയിൽ ഫിത്നയുണ്ടാക്കുന്നത്, നമ്മൾ രഹസ്യയോഗം കൂടുന്നത്, രഹസ്യമായി നാട്ടിൽ ഫിത്നകൾ ഉണ്ടാക്കാൻ ഇതൊന്നും ആരും അറിയണില്ല എന്ന് വിചാരിക്കുന്നോ? അല്ലാഹു ഇതൊക്കെ കാണുന്നില്ലയോ? ഖുർആൻ നമ്മൾ ഓതുന്നില്ലേ? صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.